അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്മാഉല്ലാഹിൽ ഹസ്ന. ഇൻഷാ അല്ലാ ഇന്ന് നമ്മളെ അള്ളാഹുവിൻ്റെ അസയ്യിദ് എന്ന നാമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ്. നിരുപാധികം നേതൃത്വം നൽകുന്നവനാണ് അള്ളാഹു എന്നതാണ് അസയ്യിദ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹുവാണ് ഉടമസ്ഥനും സംരക്ഷകനും റബ്ബുമായിട്ടുള്ളവൻ. പടപ്പുകളെല്ലാം തന്നെ അവൻ്റെ അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് പടപ്പുകളുടെ എല്ലാം സയ്യിദായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അസയ്യിദ് എന്ന നാമത്തെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എന്നാൽ രക്ഷിതാവായ അള്ളാഹുവിന് സയ്യിദ് എന്ന വിശേഷണം നിരുപാധികമായ വിശേഷണമാണ്. കാരണം പടപ്പുകളുടെ സയ്യിദായവൻ അവരുടെ കാര്യങ്ങളുടെ എല്ലാം ഉടമയാണ്. അവനിലേക്കാണ് അവർ മടങ്ങുന്നത്. അവൻ്റെ കൽപ്പനകളെ അവർ പ്രാവർത്തികമാക്കുന്നു. അവൻ്റെ വചനങ്ങളിൽ നിന്നും അവർ വിധികൾ പുറപ്പെടുവിക്കുന്നു. മലക്കുകളും ജിന്നുകളും മനുഷ്യരും തുടങ്ങി മുഴുവൻ സൃഷ്ടികളും കണ്ണിമ വെട്ടുന്ന നേരം പോലും അവനിൽ നിന്നും ധന്യരാകുവാൻ കഴിയാത്ത വിധം അവർ അവൻ്റെ ഉടമസ്ഥതയിലാണ്. അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും അവനോടാണ്. അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അവനിൽ നിന്നും മാത്രമാണ്. അങ്ങനെയുള്ളവനായ അള്ളാഹു മാത്രമാകുന്നു യഥാർത്ഥത്തിലെ അസയ്യിദ്. ഇനി നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിന് അസയ്യിദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. തിരുവചനങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചതും അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചതുമായ ഒരു തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം: അബ്ദുല്ലാ ഇബ്നു ശുഖൈരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ബനു ആമിർ സംഘത്തോടൊപ്പം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയി. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസയ്യിദ് അള്ളാഹുവാണ്. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളിൽ അതിശ്രേഷ്ഠരും മഹത്തായ നേതൃത്വമുള്ളവരുമാകുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് പറയുവാനുള്ള വാക്കുകൾ മുഴുവൻ നിങ്ങൾ പറയുക. നിങ്ങളെ പിശാച് വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം സന്തതികളിൽ സയ്യിദായിരുന്നിട്ടും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായിരുന്നിട്ടും മുത്തഖീങ്ങളുടെ നേതാവായിരുന്നിട്ടും തന്നെ സയ്യിദ് എന്ന് വിളിക്കുന്നതിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അമിത പ്രശംസ നടത്താതിരിക്കുവാനും തൗഹീദിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയുമായിരുന്നു അത്. മഹത്തുക്കളുടെ വിഷയത്തിൽ അതിരുവിട്ട പലരും വിശ്വാസ വ്യതിയാനത്തിൽ അകപ്പെട്ടിട്ടുമുണ്ടല്ലോ. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.